എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഓണക്കാലം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ സന്തോഷം ബലിതമ്പുരാനെ പോലെ വന്നൊരു ഇതാണ്. എൻ്റെ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ ഞാനും കുഞ്ഞുമോളും മക്കളും അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഞങ്ങൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ ചെറിയ ഓണം. അതിന് സന്തോഷമാണ്. അത് പങ്കുവയ്ക്കാൻ സന്തോഷമേ ഉള്ളൂ. ചീത്ത വിളിക്കുന്ന ആൾക്കാരോടും പങ്കുവയ്ക്കാൻ സന്തോഷമേ ഉള്ളൂ. കാരണം അവർ ചെയ്യാൻ മറക്കുന്നതും അതാണ്. അവർ ഈ ഫേസ്ബുക്കിൽ ഞങ്ങൾ ചീത്ത വിളിക്കുന്ന സമയം കൊണ്ട് അവരുടെ ഭാര്യയും മക്കളെയും ചേർത്ത് വിളിച്ചൊന്ന് സ്നേഹിക്കാൻ തോന്നുന്നില്ല. എത്ര ഭംഗിയായിരിക്കും. എല്ലാ വീട്ടിലും ഈ കമൻറ്റ് ചെയ്യുന്ന ഞങ്ങൾക്കിപ്പോൾ 100 പേര് ഞങ്ങൾ ചീത്ത കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ 100 പേരും ഒന്ന് വൈഫിനെ ചേർത്ത് വിളിച്ച് നിനക്ക് സുഖമാണ്, നിനക്ക് എന്താ വേണ്ടത്, കാപ്പി വേണോ ചായ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ദോഷം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോഴും നന്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഓണക്കാലത്തെങ്കിലും ഒരു ദിവസം ഞങ്ങളെ ചീത്ത വിളിച്ചോളൂ, അത് വേറെ സമയം എടുത്ത് വിളിക്കും. അതല്ലാത്ത സമയം ഒന്ന് നിങ്ങളെ ഫാമിലി ഒന്ന് ചേർത്ത് വിളിച്ചിട്ട് അവർക്ക് എന്താ വേണ്ടതെന്ന് നോക്കിയിട്ട്, ഇപ്പോൾ മോനും മോക്കും മറ്റേ ചെവി പൊങ്ങണ അത് ടോയ് വേണം ടോയ്, അതൊക്കെ ഞാനും കുട്ടിക്കാലത്ത് ആഗ്രഹിച്ചിട്ടുള്ളതാണ്. അത് കിട്ടുമ്പോഴുള്ള സന്തോഷം വേറെയാണ്. അത് 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എന്താവും എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ആ സന്തോഷമാണ് ഏറ്റവും വലുത്. എനിക്ക് എൻ്റെ ഫാമിലിയുടെ സന്തോഷം വലുതാണ്. അപ്പോൾ ഈ ചീത്ത വിളിക്കുന്നവർ കാരണം കുഞ്ഞുമോക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ആർക്കെങ്കിലും വിഷമം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എന്താ പറയുക ദേഷ്യം കാണിക്കുക എന്ന് ചെയ്യും. പക്ഷെ എനിക്ക് ഇവരോടൊന്നും ദേഷ്യമൊന്നും വരുന്നില്ല. പാവം, ഇവർക്ക് എന്തോ രോഗമുള്ള ആൾക്കാരാണ്. അത് മാറട്ടെ. ഈ ഓണക്കാലത്ത് അവർക്ക് ആ രോഗം മാറട്ടെ. അല്ലേ മാറും. ഓണസദ്യ കഴിക്കുന്നതിനോടുകൂടി മാറട്ടെ.